റോഡിൽ ഗതാഗത നിയമം ലംഘിച്ച് വിലസാമെന്ന് ആരും ഇനി കരുതേണ്ട. പോലീസും മോട്ടോർ വാഹന വകുപ്പും കണ്ണടച്ചാലും എല്ലാം നോക്കിക്കണ്ട് ഹൈക്കോടതി മുകളിലുണ്ട്. കഴിഞ്ഞ ദിവസം കാറിൽ സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ച ബ്ലോഗർ സഞ്ജു ടെക്കിക്കെതിരെ കോടതി കേസെടുത്തിരുന്നു. പിന്നാലെ കേസ് പരിഗണിക്കവേ മോട്ടോർ വാഹന വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവും ഉണ്ടായി. മാറ്റം വരുത്തിയ വാഹനങ്ങൾ ഉപയോഗിച്ച വിഷയത്തിൽ എന്ത് നടപടിയെടുത്തെന്ന് ഹൈക്കോടതി ചോദിച്ചു. ഗതാഗത കമ്മീഷണർ നേരിട്ട് വിശദീകരണം നൽകണമെന്നും കോടതിയുടെ നിർദ്ദേശമുണ്ട്. കാറിൽ സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ച ബ്ലോഗർ സഞ്ജു ടെക്കിക്കെതിരെയുള്ള കേസ് പരിഗണിക്കവേ മോട്ടോർ വാഹന വകുപ്പിനെ അതിരൂക്ഷമായാണ് ഹൈക്കോടതി വിമർശിച്ചത്. മാറ്റം വരുത്തിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിൽ എന്ത് നടപടിയെടുത്തെന്ന് ഹൈക്കോടതി ചോദിച്ചു. ഇക്കാര്യം ഗതാഗത കമ്മീഷണർ നേരിട്ട് ഹാജരായി വിശദീകരിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഗതാഗത കമ്മീഷണർ അടുത്ത വ്യാഴാഴ്ച ഹാജരാകണമെന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. സാമൂഹ്യമാധ്യമങ്ങളിലെ വീഡിയോകളിൽ സ്വീകരിച്ച നടപടികൾ അറിയിക്കണമെന്നും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എന്ത് നടപടിയെടുത്തെന്ന് അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നിയമലംഘകർക്കെതിരെ സർക്കാർ ഒരു നടപടിയും എടുത്തില്ലെന്നും മുൻ ഉത്തരവുകൾ സർക്കാർ നടപ്പാക്കിയിട്ടില്ലെന്നും ഹൈക്കോടതി വിമർശിച്ചു. വാഹനങ്ങളിൽ ഫ്ളാഷ് ലൈറ്റ് ഉപയോഗിക്കുന്നതിലും വിമർശനമുണ്ട്. ഫ്ളാഷ് ലൈറ്റ് ഉപയോഗിച്ചാൽ എതിരെ വരുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് കണ്ണ് കാണുമോയെന്നും കോടതി ആരാഞ്ഞു. ഫ്ളാഷ് ലൈറ്റുകൾ അപകടത്തിന് കാരണമാകുന്നുണ്ട്. ആഫ്റ്റർ മാർക്കർ, LED, നിയോൺ ലൈറ്റുകൾ തുടങ്ങിയവ ഘടിപ്പിക്കുന്നവർക്കെതിരെയും നടപടിയെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. വ്ളോഗർമാർ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിലെ നിയമവിരുദ്ധത ശ്രദ്ധയിൽപ്പെട്ടാൽ കോടതി നേരിട്ട് നടപടിയെടുക്കും. വ്ളോഗർമാർക്ക് ഹൈക്കോടതി നോട്ടീസ് അയക്കുമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി.